ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് തന്നെ കുറച്ച് ദിവസമായി. അപ്പോൾ എന്തായാലും ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരിക്കും കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു ഹോളിഡേ ആണ് കേട്ടോ. ഹോളിഡേ ആയതുകൊണ്ട് ഇപ്പോൾ ഹോളിഡേയ്സിലാണ് ഞാൻ രാവിലെ നടക്കാറ്. അപ്പോൾ രാവിലത്തെ നടത്തം ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഹോളിഡേയ്സിൽ രാവിലെ നടക്കാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികൾക്ക് ക്ലാസ്സുള്ള ദിവസം രാവിലെ നടക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഒത്തിരി നേരത്തെ എഴുന്നേൽക്കണം. അങ്ങനെ എനിക്ക് ഒത്തിരി നേരത്തെ എഴുന്നേൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഹോളിഡേയ്സിൽ മോർണിംഗ് വാക്കിംഗ് ചെയ്യും. അല്ലാത്ത ദിവസം പിന്നെ ഒരു മിഡ് മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേനും വർക്കൗട്ട് ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എക്സസൈസിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാക്കിങ്ങിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഒത്തിരി ലേറ്റ് ആവാറില്ല. എന്തായാലും ഒരു 9 മുന്നേ ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അരി ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൈ ടൈം ലൈൻ ബൈ ഷംനയുടെ ചാനലിൽ കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഷംന റെസിപ്പി പറഞ്ഞതനുസരിച്ച് അതേപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേനും എല്ലാവർക്കും ഇഷ്ടമാവോ. ഭയങ്കര പേടിയാണ് പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ മെയിൻ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കില്ല. എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അവധി ദിവസമൊക്കെ നമുക്ക് വലിയ പ്രശ്നമല്ലല്ലോ, കുട്ടികൾ ക്ലാസ്സിൽ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒറിജിനൽ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ജസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞു പോവാട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.25 ഗ്ലാസ് അരിപ്പൊടി, പിന്നെ 2 വലിയ സ്പൂൺ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടി, പിന്നെ 1 ഗ്ലാസ് ചോറ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതിനൊരു 1.25 ഗ്ലാസ് വെള്ളം അതും കൂടി വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ടിട്ട് നല്ല അളവ് കൃത്യമാണ് കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കുക. ജസ്റ്റ് ഞാനൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ദോശ ചുട്ടത്. നമുക്ക് അപ്പം തന്നെ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ല രീതിയിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചത് ബീഫും പൊട്ടറ്റോയും കൂടി കറിയായിരുന്നു അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏത് കറിയുടെ കൂടെയും രസം ഉണ്ടാവും. മുട്ടക്കറിയോ കടലക്കറിയോ ഒക്കെ ആണെങ്കിലും നല്ല രസമായിട്ട് തന്നെ ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാമല്ലോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും മാവോ എന്തെങ്കിലും മറന്നു പോയാലോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കയ്യിൽ അരിപ്പൊടി ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി ചോറും ഉണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ വീട്ടിലെല്ലാവരും അത്യാവശ്യം എല്ലാവരും കഴിക്കുകയും ചെയ്തു. അപ്പം ഞാൻ നല്ല സൂപ്പർ ഹാപ്പിയായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഷംന. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കറക്റ്റ് അളവുകളൊക്കെ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. 2 അപ്പവും പിന്നെ കുറച്ച് ബീഫും പൊട്ടറ്റോ ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ നമ്മുടെ റോബോട്ടിനെ ക്ലീൻ ചെയ്യാൻ അങ്ങോട്ട് ഓണാക്കി ഇട്ടു. അഴിച്ചു വിടാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് കുറച്ച് നേരം അങ്ങ് ക്ലീൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ നമുക്ക് ഓരോരോ റൂമായിട്ട് സെറ്റാക്കിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വീട് മൊത്തം ക്ലീൻ ആക്കാൻ കൊടുക്കാം കേട്ടോ. ഇപ്പം റീസെൻ്റായിട്ട് മാപ്പ് ചില ഇഷ്യൂസൊക്കെ വരുന്നു. നമ്മൾ ലിവിങ് റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ഡൈനിങ് റൂം ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ മാപ്പ് ഡിറ്റക്റ്റ് ചെയ്യും. അതിന് ശേഷം അവിടെ
എന്താ പറയുക, ഫ്ലോറിലുള്ള ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു ഈ റോബോട്ടിന് കൺഫ്യൂഷൻ വരുന്നത്. എന്തായാലും അപ്പം കുറച്ച് പ്രാവശ്യം ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പിന്നെ വീണ്ടും പുതിയൊരു മാപ്പിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ ഇപ്പം ഇന്നലെയൊക്കെ ചെയ്തപ്പോഴത്തേനും എനിക്ക് വലിയ ഇഷ്യൂ തോന്നിയില്ല. അല്ലെങ്കിൽ ചില സമയത്ത് ഇപ്പോൾ ലിവിങ് റൂം പറഞ്ഞാൽ ഡൈനിങ് റൂമിൽ പോയി ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ താഴെ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ലീൻ ആക്കി ഇടണം, അതല്ലെങ്കിൽ എല്ലാം അതിനകത്തോട്ട് പോകുമല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വലിയ ഇഷ്യൂസ് ഇല്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഫുൾ വർക്കിങ്ങും എല്ലാം ഇട്ടിട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതങ്ങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതങ്ങ് റെഡി ആയിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ഫുൾ റൗണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നമ്മൾ ഇതിൻ്റെ ക്ലീനിങ് ചെയ്യും. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ക്ലീനിങ്ങും കൂടി കാണിക്കാം. അപ്പം ഇതിനകത്ത് ഇതുപോലെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്താണ് ഡസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. റബ്ബർ ബാൻഡ് ഉണ്ടാവും, മുടി ഉണ്ടാവും, പിന്നെ നമ്മുടെ ഈ കാർപ്പറ്റിൻ്റെയൊക്കെ ലിൻറ്റില്ലേ അത് ഇഷ്ടമാതിരി ഉണ്ടാവും, പൊടി ഉണ്ടാവും, ഉറുമ്പുണ്ടാവും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിനകത്ത് ഉണ്ടാവും. ശരിക്കും ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം അത് ക്ലീൻ ചെയ്യാൻ. അതല്ലെങ്കിൽ നമ്മൾ അത് കൊട്ടുന്ന സമയത്ത് ഉള്ളിലോട്ട് പോവുമല്ലോ. പിന്നെ അതുപോലെ നമ്മൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ ഈ പൊടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് മടക്കിയെടുത്ത് അങ്ങ് കളയുകയാണ് ചെയ്യുക. പിന്നെ വാക്യൂമിൻ്റെ അടിയിൽ ഇതുപോലുള്ള ബ്രഷ് ഉണ്ട്. അത് റോൾ ചെയ്ത് അതിലും ഇങ്ങനെ മുടിയൊക്കെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ ഈ മുടിയൊക്കെ ഇങ്ങനെ എടുത്ത് കളയണം. അതൊരു പാട് തന്നെയാണ്. പക്ഷേ എന്തായാലും നമുക്ക് നല്ല ക്ലീൻ ഔട്ടോ, വീട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അത് നല്ലൊരു സാറ്റിസ്ഫൈയിങ് കാര്യമാണ്. ഈവൻ നമുക്ക് ഡെയിലി നമ്മൾ ചൂലെടുത്ത് അടിച്ചില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെയുള്ളത് നമ്മൾ എല്ലാ ഏരിയാസിലും ഇത് എത്തത്തില്ലല്ലോ. ചില കോർണേഴ്സിലൊക്കെ അവിടെയൊക്കെ ശരിക്കും നമ്മൾ ചൂലൊക്കെ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പൊടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ വാക്യൂം ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിടയ്ക്ക് സ്വീപ്പിങ്ങും മോപ്പിങ്ങും ഒക്കെ ചെയ്തു വെച്ചിരുന്നാൽ മുന്നത്തേലൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് വീട് വൃത്തിയാക്കി ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ തിരിച്ച് വീണ്ടും കിച്ചണിൽ കുറച്ചുകൂടി ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സുജിത് ഭക്തൻ്റെ ഒരു INP ട്രിപ്പ് സീസൺ 2 നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യാറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇതുപോലെ ട്രാവൽ സീരീസൊക്കെ വരുമ്പോഴത്തേനും ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതിൽ 12 മണിക്കാണെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് വീഡിയോസ് വരുന്നത്. അപ്പോൾ എന്തായാലും മുന്നത്തെ കുറേ എപ്പിസോഡ്സൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ പ്ലേ ചെയ്ത് വെക്കും. അപ്പം നമുക്ക് ഈവൻ കണ്ടിട്ടില്ലെങ്കിലും പുള്ളിയുടെ ഈ നറേഷനൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ പുള്ളിയുടെ വൈഫ് ശ്വേതയും മോനും ഒക്കെ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫാമിലിയുടെ ആ ബോണ്ടിങ്ങും മോൻ്റെ ഉറുമ്പുകളും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ വേറെയും ചാനൽസൊക്കെ വെച്ചിട്ട് അങ്ങനെ എനിക്ക് പണി ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നടക്കട്ടെ. അപ്പോൾ എന്തായാലും കിച്ചൺ ഒന്നും കൂടി ഒതുക്കിയിട്ട് ഇനിയിപ്പോൾ കുക്കിംഗ് ജോലികളൊക്കെ സ്റ്റാർട്ടാക്കണം. പിന്നെ ഇപ്പോൾ മന്ത്ലി പ്ലാനറൊക്കെ ഇപ്പോൾ തൽക്കാലം മാറ്റി വെച്ചേക്കാണ്. തൽക്കാലം ഞാൻ ചെയ്യുന്നത് ഇതുപോലെ A4-ൽ ഇതുപോലെ ചെറിയ ചെറിയ പ്ലാനേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ലീനിങ് ട്രാക്കറൊക്കെ ചെയ്ത് അതിൽ തന്നെ ട്രാക്കിംഗ് ചെയ്ത് പോവുകയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഞാനിതിപ്പോൾ എനിക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് കിച്ചൺ നീറ്റാക്കി ഇടാനും പിന്നെ അതുപോലെ ഡെയിലി മെയിൻ വാഷ് ബേസിനും എല്ലാ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ ഡെയിലി ഒരു ചെറിയ ഏരിയ ക്ലീൻ ചെയ്യാൻ പിന്നെ ഫ്രിഡ്ജ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ക്ലീൻ ആക്കി വെക്കാനൊക്കെ വേണ്ടിയിട്ടൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലൊരു മാഗ്നറ്റിക് സംഭവമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ തീരുന്ന ഐറ്റംസൊക്കെ എഴുതിയിടും. അതുപോലെ മീൽ പ്ലാനിങ് ഒക്കെ ഞാൻ ചെറുതായിട്ട് ഒരു വീക്ക്ലി മീൽ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി സ്റ്റിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ എൻ്റെ ഡെയിലി റുട്ടീൻ, ഒരു വീക്ക്ലി ഡെയിലി റുട്ടീൻ എങ്ങനെ വേണമെന്നൊക്കെ
എനിക്കൊരു ഇൻസ്പിറേഷൻ ഒരു മോട്ടിവേഷനൊക്കെ വേണ്ടി ഞാൻ തന്നെ ചെയ്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് എന്തായാലും. പക്ഷേ നമുക്ക് പണിയെടുക്കാനൊക്കെ നമുക്കൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആവാമെന്ന് പറയില്ലേ, അതൊക്കെ ചെയ്യാണ് കേട്ടോ. പിന്നെ ഞാൻ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് പ്രൂൺസാണ് കഴിക്കുന്നത്. പിന്നെ അരി ഇടാനൊക്കെ ആയി, അപ്പോൾ വെള്ളം തിളപ്പിച്ച് അരിയൊക്കെ എടുത്തു വെച്ച് ചെയ്യാണ്. പിന്നെ തുണി കഴുകാനിട്ടിരുന്നു, അപ്പം അതൊക്കെ ഒന്ന് നിവർത്തിയിടാനുണ്ട്. അപ്പോൾ വെയിലൊക്കെ തെളിയുമ്പോൾ രാവിലെ തന്നെ ഒന്ന് തുണിയൊക്കെ നിവർത്തിയിടുകയാണ്. പിന്നെ അതുപോലെ ഞാനൊരു കരിക്ക് ഷേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. കരിക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ പാലൊന്നും ഒഴിക്കുന്നില്ല. കരിക്ക് വെട്ടിയിട്ട് കരിക്കിൻ്റെ കാമ്പും കരിക്കിൻ്റെ വെള്ളവും കൂടിയിട്ട് അടിച്ചിട്ട് കുടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രിങ്കാണ്. ഭയങ്കര ഹെൽത്തിയുമാണ്. ഇപ്പോൾ കരിക്ക് നമ്മൾ വെള്ളം സെപ്പറേറ്റ് കാമ്പ് സെപ്പറേറ്റ് കഴിക്കുവാണെങ്കിലും ഹെൽത്തിയാണ്. പക്ഷേ ഇതിങ്ങനെ ഒരു ഷേക്ക് പോലെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം മധുരം ഇടയ്ക്ക് ഇടും ഒരു കൊതി തോന്നുമ്പോൾ, അല്ലെങ്കിൽ മധുരം ഇടാതെ കഴിക്കും. പിന്നെ ഇതിലുള്ളൊരു പാട് എന്ന് പറഞ്ഞാൽ നാടൻ കരിക്കാണ്, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവണതാണ്. അപ്പോൾ അത് വെട്ടിയെടുക്കുക എന്നുള്ളതാണ് ഒരു പണി. പക്ഷെ എന്നാലും നല്ല സാധനമല്ലേ. അപ്പോൾ എന്തായാലും ഞാനൊരു ചവിട്ടിയൊക്കെ ഇട്ടിട്ട് വെട്ടുകത്തി വെച്ചിട്ട് തന്നെ വെട്ടി പൊളിച്ചെടുത്തിട്ട് ഈ ഷേക്ക് ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് അധികം ഉണ്ടെങ്കിൽ എന്തായാലും ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു ക്ഷീണം തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്നാക്കോ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പം ഞാൻ മിക്കവാറും അങ്ങനെയാണ് ചെയ്യുക. അതായത് നമുക്ക് ഈ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ തോന്നും. അപ്പം മാക്സിമം ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഗ്രേപ്സൊക്കെ കഴുകി റെഡിയാക്കി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്നാക്ക് ചെയ്യാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ നോക്കാറ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തുണികളൊക്കെ നിവർത്തിയിടാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെയും പണികളൊക്കെ ഇനി കുക്കിംഗ് ബാക്കി കുറച്ചുകൂടി ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം. എൻ്റെ ഇടയിൽ ഞാൻ എന്താ റൂമിൽ വന്നപ്പോൾ ഈ ഒരു ബുക്ക് കണ്ടപ്പോൾ അതും ജസ്റ്റ് കാണിക്കാൻ വെച്ചു. ടിൻറ്റിൻ്റെ ഒരു ഫുൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ബ്രദർ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇവിടെ ഓൾമോസ്റ്റ് ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്തിട്ട് ടിൻറ്റിനൊക്കെ ഓൾമോസ്റ്റ് ഫുൾ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇങ്ങനെ ഫുൾ സെറ്റായിട്ട് കിട്ടിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കെടുത്ത് വായിക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും അത് ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചതാണ്. അപ്പോൾ അവിടെ ഗ്രേ മാൻ എന്ന് പറയുന്ന മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. നമ്മളുടെ ധനുഷ് അഭിനയിച്ചൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ആക്ഷൻ മൂവിയാണ്. അപ്പോൾ എല്ലാവരും കൂടി അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ അന്നത്തെ ദിവസം ചോറ് വെക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പം കറികൾ നമ്മൾ ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സൗപർണിക കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് സൊമാറ്റോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ചോറില്ലാണ്ട് കറികൾ മാത്രമായിട്ട് ഓർഡർ ചെയ്യാം. അപ്പം വെജിറ്റേറിയൻ കറികൾ, അതായത് നമുക്ക് അന്ന് ഉണ്ടായിരുന്നത് സാമ്പാർ, പിന്നെ അവിയൽ, കാളൻ, പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി, അങ്ങനെ 3-4 കറികളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു ബോട്ടിലിൽ കുറച്ച് എണ്ണ കാച്ചിയതാണ് കേട്ടോ അത്. എണ്ണ കാച്ചിയ സമയത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഞാൻ മുക്തയുടെ ചാനലിലാണെന്ന് തോന്നുന്നു എണ്ണ കാച്ചുന്ന കണ്ടപ്പോൾ അപ്പം എനിക്കൊരു കൊതി വന്നിട്ട് ഞാൻ പോയി ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് എണ്ണ കാച്ചിയെടുത്തു. കറ്റാർ വാഴ, ഉള്ളി, പിന്നെ എന്തൊക്കെയായിരുന്നു, ഉലുവ കുതിർത്ത്, അങ്ങനെ കറിവേപ്പില, അങ്ങനെ കുറച്ച് എൻ്റെ കയ്യിൽ അപ്പോൾ ഉള്ള ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. കുറച്ച് റിലാക്സിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു, കറികളൊന്നും ഉണ്ടാക്കേണ്ടിയിരുന്നില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ വൈൻഡപ്പ് ചെയ്തു. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് കേട്ടോ. നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഫാത്തിമ ബീവി പുള്ളിക്കാരിയുടെ ജീവിതകഥ ഞാൻ ലൈബ്രറിയിൽ കണ്ടപ്പോൾ ഒന്ന് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒന്ന് ഇൻസ്പയറിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം റീഡിങ് ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അത് ഡെയിലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിന് മുന്നേ ഞാൻ 1-2 ബുക്കുകളൊക്കെ തുടങ്ങിയത് പകുതിക്ക് വെച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബുക്ക് ഫിനിഷ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്.
ചെറിയൊരു നാപ്പൊക്കെ എടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് ചായയുടെ സമയമായപ്പോഴത്തേനും ഞാൻ ഒരു ചോക്ലേറ്റ് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കുന്നില്ല, കാരണം റെഡി ടു കുക്കായിട്ട് ഉള്ള ഒരു സ്ലർപ്പ് ഫാമിൻ്റെ ചോക്ലേറ്റ് പാൻ കേക്കിൻ്റെ സാഷേ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസമായിരിക്കുന്നു. മില്ലറ്റ് പാൻ കേക്കാണ്, നമ്മുടെ റാഗിയും ബാക്കി മില്ലറ്റ്സൊക്കെ മിക്സ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുറച്ച് ഹെൽത്തി, മൈദയല്ലല്ലോ, കുറച്ച് ഹെൽത്തി ആയിട്ട് കൊടുക്കാം. വല്ലപ്പോഴൊക്കെ വാങ്ങി കൊടുക്കാം. കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പകുതി പൊടി എത്രയാ ക്വാണ്ടിറ്റിയുടെ പകുതി എടുക്കുക, ഒരു മുട്ട, പിന്നെ 1/2 കപ്പ് പാല്, അങ്ങനെ ഇട്ടിട്ട് ഇളക്കിയെടുത്തിട്ട് ജസ്റ്റ് ഇച്ചിരി നേരം വെച്ച് പിന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൺവെക്ഷൻ ഓവൻ കേടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി. പിന്നെ OTG ഓവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, അതും മാറ്റിയപ്പോൾ സ്ലാബിൽ കുറച്ചുകൂടി സൗകര്യമായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ നമ്മളുടെ ഇൻഡക്ഷൻ സ്റ്റൗവ് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി. അപ്പോൾ എനിക്ക് സൗകര്യമായിട്ട് ഇപ്പുറത്തും നിന്ന് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ സൈഡിൽ കുറച്ചൊരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ പാൻ കേക്ക് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒഴിച്ചപ്പോഴത്തേനും ഒട്ടും ഷേപ്പ് ഇല്ലാത്ത പോലെ കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ലൂസായിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ പ്രശ്നമൊന്നുമില്ല. നല്ല ചൂടിന് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടയൊക്കെ വീണ് വലിയ പ്രശ്നമില്ലാണ്ട് കിട്ടിയിട്ടോ. ആദ്യത്തെ ഇത് കഴിഞ്ഞ് ഒരു 1-2 എണ്ണം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്, ഇനി പിടിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ കറക്റ്റായിട്ട് കിട്ടി തുടങ്ങിയിട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. മോൾക്കൊക്കെ നല്ല ഇഷ്ടമായി. മോന് ഇതിങ്ങനെ പ്ലെയിനായിട്ട് കഴിച്ചപ്പോൾ ഒരു അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ചോക്ലേറ്റ് സിറപ്പില്ലേ ഹെർഷീസിൻ്റെ, അതൊരു ചെറിയൊരു ഡിസൈൻ പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ അവർക്ക് കുറച്ചൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് തോന്നുന്നു. പിന്നെ ആ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും കൂടി വന്നപ്പോഴത്തേനും നല്ല ഇഷ്ടമായിട്ട് 2-3 എണ്ണം കഴിച്ചു കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, സംഭവം സക്സസ് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് സമയമുള്ള ദിവസമല്ലേ, ഹോളിഡേ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഫ്രിഡ്ജ് വൃത്തിയാക്കിയെന്നേ ഉള്ളൂ, സാധനങ്ങൾ ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിച്ച ഐറ്റംസ് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് തിരിച്ചു വെച്ചു. അടുത്ത ദിവസവും എടുക്കാമല്ലോ. പിന്നെ ഞാൻ നമ്മളുടെ ഷോപ്പിംഗ് ലിസ്റ്റ് ഒക്കെ എഴുതുന്നത് ഇതിനകത്താണ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് ഇനി ആവശ്യമുള്ളതെന്ന്. അതൊക്കെ ഞാൻ ലിസ്റ്റ് ഇടുകയാണ്. പിന്നെ റൈറ്റ് സൈഡിൽ ആക്ച്വലി ഒരു മീൽ പ്ലാനിങ്ങിനുള്ളൊരു ഏരിയ ആണെങ്കിൽ കൂടിയും ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവില്ലേ, ആരെങ്കിലും വിളിക്കാനോ അപ്പോയിൻമെൻറ്റ്സോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ റൈറ്റ് സൈഡിൽ എഴുതിയിടും. മിക്കവാറും നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരിക. പിന്നെ ഫ്രിഡ്ജിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ആകുമ്പോഴത്തേനും നമുക്ക് തീരുന്ന സാധനങ്ങൾ അപ്പം എഴുതിയിടുകയും ചെയ്യാമല്ലോ. അപ്പം എനിക്കത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നി, വേറെ ഏത് പേപ്പറിൽ എഴുതി വെക്കുന്നതിനേക്കാളും. പിന്നെ ഇങ്ങനത്തെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഭംഗി ഇച്ചിരി കുറയും കേട്ടോ. പക്ഷേ എനിക്ക് ഭംഗിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്നതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ജസ്റ്റ് ബാൽക്കണിയിൽ വന്ന് നിന്ന് നോക്കിയപ്പോഴാണ് ആ ഒരു ബാൽക്കണി എത്ര മെസ്സി ആയിട്ടാണ് കിടക്കണതെന്ന് മനസ്സിലായത്. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, താഴെ കിടന്നിരുന്ന ഐറ്റംസൊക്കെ തന്നെ ഒന്ന് മാറ്റി. ഒരുപാടല്ല കേട്ടോ, ക്വിക്ക് ക്ലീനിങ് ആണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ 2 കുട്ടി ചെയറുമുണ്ട്. അപ്പോൾ അത് 2 കോർണറിലാക്കി വെച്ചു. നമ്മുടെ തുണിയുടെ സ്റ്റാൻഡ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി. ഒരുപാട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തില്ല, എനിക്ക് അത്രയും സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകി. ചെയർ കണ്ടില്ലേ, അവിടെ ഇരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഇരുന്ന് പുറത്തോട്ട് ആ വണ്ടികളൊക്കെ നോക്കി ഇരിക്കുന്നതാണ് എൻ്റെ ഒരു ഹാപ്പി ടൈമാണത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് നോക്കുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.